ഈ മണിക്കൂറിലെത്തുന്ന ഈ പ്രഭാതത്തിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 100 ന്യൂസ് തുടങ്ങുകയാണ്. ഹെഡ്ലൈൻസ്. വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻമാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ബന്ധുക്കളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിയത്. വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ കുടുംബത്തെ അറിയിച്ചില്ലെന്ന് പരാതി. ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമേ ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങൂ. കടുവാ സാന്നിധ്യമുള്ള പ്രദേശത്ത് വനം വകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ ഇന്ന് അധികാരമേൽക്കും. ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും രാവിലെ 10-നും കോർപ്പറേഷനിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞ. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. കൊച്ചി കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതിക്ക് സമീപമുള്ള പുതിയ കോർപ്പറേഷൻ ഓഫീസിൽ നടക്കും. ഹൈക്കോടതിക്ക് സമീപമുള്ള വഞ്ചി സ്ക്വയറിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പ്രകടനവുമായി UDF പ്രതിനിധികൾ കോർപ്പറേഷൻ ഓഫീസിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനിലെയും നഗരസഭകളിലെയും സത്യപ്രതിജ്ഞ രാവിലെ ഉണ്ടാകും. അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. അഴിമതി തെളിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നതും സ്ഥാനക്കയറ്റം നൽകിയതും രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SITയുടെ നീക്കം. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ലോഹപ്പാളികളിലുള്ളത് ശബരിമല സ്വർണമാണെന്നറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് SITയുടെ കണ്ടെത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം ഇന്ന് പൂർത്തിയാകും. രാവിലെ ഗുവാഹത്തിയിലെ ബോറഗാവിലുള്ള സ്വാഹിദ് സ്മാരക ക്ഷേത്രത്തിൽ രക്തസാക്ഷികൾക്ക് ആദരവ് നൽകും. ദിബ്രുഗഡിലെ നംരൂപിൽ ഭൂമി പൂജ നടത്തും. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അസമിൽ ഏകദേശം 15,600 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് അതിഥി തൊഴിലാളി രാം നാരായണൻ ഭയ്യ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസ് ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച്. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് DYSPക്ക്. കൊല്ലപ്പെട്ട രാം നാരായണന്റെ ബന്ധുക്കൾ ഇന്ന് തൃശൂരിലെത്തും. കേരളത്തിലെ പ്രധാന വാർത്ത. സംസ്ഥാനങ്ങൾക്കുള്ള NHM ഫണ്ടിൽ പിടിമുറുക്കാനൊരുങ്ങി കേന്ദ്രം. ജീവനക്കാരെ വെട്ടിച്ചുരുക്കുമെന്നും ശമ്പളം കുറയ്ക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സംസ്ഥാനങ്ങൾക്ക് കത്ത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടി കത്തയച്ചത് NHM മിഷൻ സെക്രട്ടറി ആരാധന പട്നായിക്. തിരുവനന്തപുരം നെടുമങ്ങാട് 17-കാരിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവിന് 35 വർഷം കഠിന തടവ്. നല്ലനാട് സ്വദേശി മുഹമ്മദ് അസ്ലമിനാണ് നെടുമങ്ങാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. കുട്ടികൾക്കെതിരെയുള്ള ശാരീരിക പീഡന കേസുകളിൽ സർക്കാരിന്റേത് സീറോ ടോളറൻസ് നയമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കൊല്ലം ചാത്തനാംകുളത്ത്, ഈരാറ്റുപേട്ട, കാരക്കാടും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവം അതീവ ഗുരുതരവും വേദനിപ്പിക്കുന്നതെന്നും മന്ത്രി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 51 പേരെ അറസ്റ്റ് ചെയ്തു. 1292 പേരെ പരിശോധിച്ചതിൽ 43 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആരോഗ്യ സർവകലാശാലയിൽ നടന്ന ജനറൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം. ജനറൽ കൌൺസിലിലേക്കുള്ള 10 സീറ്റുകളിൽ 8 സീറ്റുകളിലും SFIക്ക് ജയം. ഇടുക്കി ചെറുതോണിയിൽ കെട്ടിടം ക്രമവൽക്കരിച്ച് നൽകി നികുതി അടയ്ക്കുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസ് പിടിയിൽ. വിജിലൻസിന്റെ പിടിയിലായത് സേനാപതി സ്വദേശി H വിഷ്ണു. കണ്ണൂരിൽ വ്യാജരേഖകൾ ചമച്ച് നികുതി തുക തട്ടിയെടുത്ത വില്ലേജ് ഓഫീസറിന് 34 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് കോടതി. കണ്ണൂർ 1, കണ്ണൂർ 2 വില്ലേജ് ഓഫീസുകളിലെ ഓഫീസർ ആയിരിക്കെ രജിസ്റ്ററുകളിൽ കൃത്രിമം കാണിച്ചും തെറ്റായ വിവരങ്ങൾ ചേർത്തും രേഖകൾ ചമച്ചും തട്ടിപ്പ് നടത്തിയതിന് പിടിയിലായത് MP അനിൽകുമാർ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല പരിചാരകനായ പരമതന്ത്രിയുടെ മകൾ L നളിനി 98-ാം വയസ്സിൽ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. ചെമ്പഴന്തി വെഞ്ചാവോട് സ്വദേശിയാണ്. സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ. ആലപ്പുഴ ചേർത്തല ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തിൽ BJPക്ക് വോട്ടുമറിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ കോൺഗ്രസിൽ കലഹം. മണ്ഡലം ഭാരവാഹികളിൽ 11 പേർ രാജിവെച്ചു. നേതൃത്വത്തിലെ ചിലർ BJPയെ സഹായിച്ചെന്നാണ് ആരോപണം. അങ്ങനെ ആരോപിച്ചാണ് രാജി. അവധിക്കാലത്ത് ആരെയും ക്ലാസുകൾ നടത്താൻ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അവധിക്കാല ക്ലാസുകൾ സംബന്ധിച്ച് നിരവധി പരാതി ലഭിച്ചതായും ഇത്തരം ക്ലാസുകൾ ഇനി അനുവദിക്കില്ലെന്നും മന്ത്രി.
കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി നിയമിതനായി. കാരക്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് എയർപോർട്ട് അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി റോയ് എബ്രഹാം ചുമതലയേറ്റു. മന്ത്രിസഭാ യോഗത്തെ തുടർന്നാണ് തീരുമാനം. മലയാളത്തിലെ മികച്ച ആക്ഷേപഹാസ്യ പാരഡി ഗാനങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നൽകാൻ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് പുരസ്കാരം നൽകാനുള്ള തീരുമാനമെന്ന് സംസ്കാര സാഹിത്യം. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ലോയേഴ്സ് കോൺഗ്രസിന് ഭരണസാരഥ്യം. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ജയം. പ്രസിഡന്റായി G. ഗോപിദാസും സെക്രട്ടറിയായി വള്ളക്കടവ് G. മുരളീധരനും തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നു. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് 4:30 ക്രിസ്മസ് റാലി നടക്കും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 35ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കം. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന സന്ദേശവുമായാണ് ജില്ലാ സമ്മേളനം നടന്നത്. തൃശൂർ ഒല്ലൂർ അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 10 ദിവസത്തെ അവണിശ്ശേരി ഫെസ്റ്റ് 2025 സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു. അവണിശ്ശേരി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് ചലച്ചിത്ര നടൻ TG രവി നിർവഹിക്കും. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തലിന് കാൽനാട്ടി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പന്തൽനാട്ട് കർമ്മം നിർവഹിച്ച മന്ത്രി V. ശിവൻകുട്ടി. ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന കലോത്സവം 25 വേദികളിലായി നടക്കും. ആലപ്പുഴ വേമ്പനാട് തടാകത്തിന്റെ പരിസ്ഥിതി പുനരുദ്ധാരണത്തിന് 9 പദ്ധതികൾ അവതരിപ്പിച്ച് ബീറ്റ വേമ്പനാട് ഫോറം. ജില്ലാ ഭരണകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആര്യാട് ലേക്ക് കനോപ്പി റിസോർട്ടിൽ സംഘടിപ്പിച്ച ഫോറത്തിലാണ് പുനരുദ്ധാരണ പദ്ധതികൾ അവതരിപ്പിച്ചത്. ആലപ്പുഴയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ജില്ലാ കോടതി പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച നടപ്പാലം ഇന്ന് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. മുല്ലയ്ക്കൽ, കിടങ്ങാമ്പറമ്പ്, ചിറപ്പ് മഹോത്സവത്തിനെത്തുന്നവർക്ക് നടപ്പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. ആര്യാട് ഐക്യഭാരതം മേഖലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇനി പ്രധാന അറിയിപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 10 ബാഡ്മിന്റൺ കളിക്കാർക്ക് സൗജന്യമായി വിദഗ്ധ പരിശീലനവും മത്സര അവസരങ്ങളും നൽകാനുള്ള പദ്ധതിയുമായി കാര്യവട്ടം മെയ്ഡൻ സ്പോർട്സ് ആൻഡ് യുണൈറ്റഡ് ബാഡ്മിന്റൺ അക്കാദമി. 11 മുതൽ 16 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 26-ന് മുൻപ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കേരള സർവകലാശാലയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. BA, BCom, BA, അഫ്സൽ ഉൽ ഉലമ, BBA, BCom അഡീഷണൽ ഇലക്ടീവ് കോർപ്പറേഷൻ, BCom അഡീഷണൽ ഇലക്ടീവ് ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ കോഴ്സുകൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഖേന 24 മുതൽ അപേക്ഷിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരുടെ ഒഴിവ്. വിശദവിവരങ്ങൾ www.cdckerala.org എന്ന വെബ്സൈറ്റിൽ. തെങ്ങ് കൃഷിയിലും നാളികേര അധിഷ്ഠിത വ്യവസായത്തിലും മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കുന്നതിനായി നാളികേര വികസന ബോർഡ് നൽകുന്ന ദേശീയ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ www.coconutboard.gov.in എന്ന വെബ്സൈറ്റിൽ. തിരുവനന്തപുരം കേരള അനുഷ്ഠാന കലാകേന്ദ്രയുടെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ കലാകാരന്മാരിൽ നിന്ന് പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം നിലമേൽ NSS കോളേജിൽ 2020-21 1ാം വർഷ ബിരുദ PG ക്ലാസുകളിൽ പഠിച്ചിരുന്ന SC, ST, BC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ഫീസ് ആനുകൂല്യം അനുവദിച്ചു. പാസ്ബുക്കിന്റെ പകർപ്പ് സഹിതം ജനുവരി 15-ന് മുൻപായി കോളേജിലെത്തി തുക കൈപ്പറ്റണമെന്ന് പ്രിൻസിപ്പൽ. പത്തനംതിട്ട ചിറ്റാർ മലനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി, തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തുന്നു. ജനുവരി 3-ന് ചിറ്റാർ ലിറ്റിൽ ഏഞ്ചൽ സ്കൂളിലാണ് ക്യാമ്പ്. കോന്നി കൊന്നപ്പാറ ചെങ്ങറ റോഡിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ 22-ാം തീയതി മുതൽ 21 ദിവസത്തേക്ക് ഗതാഗതം തടസ്സപ്പെടും. വാഹനങ്ങൾ ചെങ്ങറ അട്ടച്ചാക്കൽ റോഡ് വഴി പോകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി.
മണർകാട് പ്രവർത്തിക്കുന്ന കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കെയർ ടേക്കറുടെ ഒഴിവ്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന. താൽപര്യമുള്ളവർ 27-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിലെത്തി അപേക്ഷ നൽകണം. കോട്ടയം MG സർവകലാശാല സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജനുവരിയിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നു. 22 മുതൽ 29 വരെ സ്പോട്ട് അഡ്മിഷൻ. സംസ്ഥാനത്തെ വിവിധ തൊഴിൽ മേഖലകളിലെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് സംസ്ഥാന സർക്കാർ അപേക്ഷ ക്ഷണിച്ചു. 2025 ഡിസംബർ 26 മുതൽ 2026 ജനുവരി 8 വരെ ഓൺലൈനായി അപേക്ഷിക്കും. കേരളത്തിലെ സർക്കാർ ഫാർമസി കോളേജുകളിലെയും സ്വാശ്രയ ഫാർമസി കോളേജുകളിലെയും 2025 വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയും രേഖകളും സഹിതം ഡിസംബർ 24 വൈകിട്ട് 3 മണിക്ക് മുൻപ് ബന്ധപ്പെട്ട കോളേജുകളിൽ പ്രവേശനം തേടണം. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ സന്ദർശനം നടത്തി ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ. അതിർത്തിയിൽ നിലവിലെ സുരക്ഷാ ഘടനയും അടിസ്ഥാന സൗകര്യ പദ്ധതികളും അവലോകനം ചെയ്തു. UP ബുലന്ദ് ഷഹർ കൂട്ടബലാത്സംഗ കേസിൽ 5 പ്രതികളും കുറ്റക്കാരെന്ന് പോക്സോ കോടതി. ശിക്ഷാവിധി നാളെ. ശൈത്യകാലം കടുത്തതോടെ ഹിമാചലിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. കുളു, മണാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക്. ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തി നേടാനെത്തുന്നതും നിരവധി പേർ. തീവ്ര വലതുപക്ഷ വെബ്സൈറ്റായ ഓപ്പ് ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർക്കെതിരായ ആസൂത്രിതമായ ആക്രമണങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും വെബ്സൈറ്റ് നേതൃത്വം നൽകുന്നു എന്നാണ് RSF പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ. ഗുജറാത്തിലെ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ മെട്രോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. കോച്ചുകൾ നിർമ്മിച്ചത് കൊൽക്കത്തയിലെ തിത്താഗർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ്. രാജ്യത്തിനും ഗുജറാത്തിനും അഭിമാനകരമായ നിമിഷമെന്ന് മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ ഇൻഷുറൻസ് തുകയ്ക്കായി പിതാവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ മക്കൾ പിടിയിൽ. ക്രൂര കൊലപാതകം തിരുവള്ളൂരിൽ. കൊല്ലപ്പെട്ടത് പൊടത്തൂർ സ്വദേശി ഗണേശൻ. മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരും 4 സഹായികളും പോലീസിന്റെ പിടിയിൽ. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ 129 വിമാന സർവീസുകൾ റദ്ദാക്കി. മൂടൽമഞ്ഞു കാരണം ദൃശ്യപരത കുറഞ്ഞതാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണം. വിദ്വേഷ പ്രസംഗത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ സംസാരിക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡിയുടെ പ്രഖ്യാപനം. സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വാൻ എത്താത്തതിനെ തുടർന്ന് 3 മണിക്കൂർ റോഡ് ഉപരോധിച്ച് 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയുടെ പ്രതിഷേധം. മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലാണ് 5ാം ക്ലാസ്സുകാരി സുരഭി യാദവ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. രാജ്യത്തെ പൊതുവിപണിയിലെത്തുന്ന മുട്ടകളിൽ അർബുദത്തിന് കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ തള്ളി ദേശീയ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡ അതോറിറ്റി. രാജ്യത്ത് വിപണിയിലുള്ള മുട്ടകൾ ഭക്ഷ്യയോഗ്യമാണെന്നും പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്നും FSSAI. കോഴ ഇടപാടിനെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനടക്കം 2 പേരെ അറസ്റ്റ് ചെയ്ത് CBI. ദുബൈയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിലാണ് അറസ്റ്റ്. പ്രതിരോധ മന്ത്രാലയത്തിലെ അന്താരാഷ്ട്ര സഹകരണ കയറ്റുമതി ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ദീപക് കുമാർ ശർമ്മ, സഹായി വിനോദ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. രാജ്യാന്തര വാർത്തകൾ. യുക്രൈൻ തുറമുഖങ്ങളിൽ ആക്രമണം നടത്തി റഷ്യ. കരിങ്കടലിലെ ഒഡെസ മേഖലയിൽ ഊർജ്ജ സൗകര്യങ്ങളും മോൾഡോവ അതിർത്തിയിലേക്കുള്ള നിർണായക പാതയിലും ഉൾപ്പെടെ ആക്രമണം. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് പുതിയ പദ്ധതി അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി. അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ പ്രതിനിധികളും പങ്കെടുക്കും. പുനരാരംഭിച്ച US ചർച്ചകൾ ഫലവത്തായാൽ യുക്രൈൻ പ്രതിനിധി സംഘത്തലവൻ റസ്റ്റം ഒമ്രോവുമായി ചർച്ച നടത്തുമെന്ന് സെലൻസ്കി. മ്യാൻമറിനെതിരായ റോഹിംഗ്യൻ വംശഹത്യാ കേസ് ജനുവരിയിൽ പരിഗണിക്കുമെന്ന് UN ഉന്നത കോടതി. കേസിലെ വാദം 2026 ജനുവരി 12 മുതൽ ജനുവരി 29 വരെ ഹേഗിലെ പീസ് പാലസിൽ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി. കണ്ടെത്തൽ പാകിസ്ഥാൻ CAG നടത്തിയ പരിശോധനയിൽ. 2025 കറാച്ചിയിൽ റിപ്പോർട്ട് ചെയ്തത് 29,000-ഓളം നായകടി കേസുകൾ. 19 പേർ പേവിഷബാധയേറ്റ് മരിച്ചു.
ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് പ്രഭാഷണം നടത്തി ഗുരുദേവ് ശ്രീ രവിശങ്കർ. രണ്ടാമത് ലോക ധ്യാന ദിനാഘോഷങ്ങൾ ആരംഭിച്ചത് ശ്രീ രവിശങ്കർ നടത്തിയ സംബോധനയോടെ. ഡിസംബർ 21 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ പ്രതീകാത്മക ഓക്കുലസിൽ ശ്രീ രവിശങ്കറുടെ നേതൃത്വത്തിൽ ധ്യാനം നടക്കും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ വിപുലീകരണം ഭീഷണി ഉയർത്തുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. നടപടി ഉടൻ വേണ്ടിവരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കും. വെനസ്വേലയിൽ സായുധ ഇടപെടൽ നടത്തുന്നത് മാനുഷിക ദുരന്തമായിരിക്കുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡി സിൽവ. പ്രസ്താവന വെനസ്വേലയ്ക്കെതിരെ അമേരിക്കയുടെ നടപടികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന് പ്രതികാരമായി സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി US സൈന്യം. 70-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ട്. കുവൈറ്റിൽ മഴ ശമിച്ചെങ്കിലും രാജ്യം കടുത്ത ശൈത്യാവസ്ഥയുടെ പിടിയിലാണെന്ന് കാലാവസ്ഥാ വകുപ്പ്. തണുപ്പും മൂടൽമഞ്ഞും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി അനുഭവപ്പെടുന്നു. ശക്തമായ കാറ്റ് പല പ്രദേശങ്ങളിലും സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ബിസിനസ് വാർത്തകൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ സാങ്കേതിക പ്രവർത്തനങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ സെബി. ഗ്രൂപ്പ് രൂപീകരണം അടുത്ത 10 വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഏറ്റെടുക്കാൻ ബംഗളൂരുവിലെ പീപ്പിൾ ട്രീ ഹോസ്പിറ്റൽ. ഏറ്റെടുക്കുക 430 കോടി രൂപയ്ക്ക്. AI സ്റ്റാർട്ടപ്പായ മിനിവെറ്റ് AIയിലെ ഭൂരിപക്ഷം ഓഹരികളും സ്വന്തമാക്കി ഫ്ലിപ്കാർട്ട്. കരാറുകളിൽ ഒപ്പുവെച്ചു. IIM നാഗ്പൂരുമായി സഹകരിക്കാൻ ONGC ഗ്രീൻ. പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ ഗവേഷണം നടത്തും. 2030 ആകുമ്പോഴേക്കും 10 ജിഗാവാട്ട് ഹരിത ഊർജ്ജശേഷി കൈവരിക്കുകയാണ് ലക്ഷ്യം. താജ് GVKയിലെ 25.52% ഓഹരികൾ GVK ഭൂപാലിന് വിൽക്കാൻ IHCL. IHCLന്റെ സംയുക്ത സംരംഭത്തെ ദീർഘകാല മാനേജ്മെന്റ് കരാറിലേക്ക് മാറ്റുന്നതിനാണ് നടപടി. സീരീസ് ബി ഫണ്ടിംഗ് റൗണ്ടിന്റെ ഭാഗമായി 65 കോടി സമാഹരിച്ച് ഹെൽത്ത് കെയർ വിദ്യാഭ്യാസ സ്റ്റാർട്ടപ്പ് വിരോഹൻ. നിലവിലുള്ള നിക്ഷേപകരായ ബ്ലൂം വെഞ്ചേഴ്സ്, ഭാരത് ഇൻക്ലൂസീവ് ടെക്നോളജീസ്, സീഡ് ഫണ്ട്, റീബ്രൈറ്റ് പാർട്ട്നേഴ്സ് എന്നിവരും സീരീസ് ബി ഫണ്ടിംഗിൽ പങ്കെടുത്തു. ജാപ്പനീസ് HR സേവന സ്ഥാപനമായ മൈനവി കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഫണ്ടിംഗ്. ജീവനക്കാരുടെ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ നയമായ ESOP പരിഷ്കരിച്ച് പരീക്ഷാ തയ്യാറെടുപ്പ് പ്ലാറ്റ്ഫോമായ അക്കാദമി. മുൻ ജീവനക്കാർക്ക് അവരുടെ നിക്ഷിപ്ത ഓപ്ഷനുകൾ വിനിയോഗിക്കുന്നതിനുള്ള സമയം ഗണ്യമായി കുറച്ചു. ഇനി കായിക വാർത്ത. ലണ്ടനിലെ ടോട്ടനം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രീമിയർ ലീഗിൽ ടോട്ടനത്തെ 1-2 ഗോളുകൾക്ക് തകർത്ത് ലിവർപൂൾ. വിജയത്തോടെ 29 പോയിന്റുമായി ലിവർപൂൾ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ 22 പോയിന്റുള്ള ടോട്ടനം 13-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ വെസ്റ്റ് യുണൈറ്റഡിന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളും തിജാനി റെയിൻഡേഴ്സിന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിറ്റിക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. വിജയ ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. രോഹൻ കുന്നുമ്മൽ ക്യാപ്റ്റൻ. 19-അംഗ ടീമിൽ സഞ്ജു വി സാംസണെയും ഉൾപ്പെടുത്തി. സഞ്ജു വി സാംസൺ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിനു പിന്നാലെ സന്തോഷം പങ്കുവച്ച് മുൻ ഇന്ത്യൻ താരം R അശ്വിൻ. സഹോദരൻ സഞ്ജുവിന്റെ കാര്യത്തിൽ സന്തോഷം എന്നായിരുന്നു അശ്വിന്റെ എക്സ് പോസ്റ്റ്. വിജയ് മർച്ചന്റ് ട്രോഫിയിൽ കേരളവും ബംഗാളും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. കേരളത്തിന് വിജയം നഷ്ടമായത് നേരിയ വ്യത്യാസത്തിൽ. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ബംഗാൾ 8 വിക്കറ്റിന് 128 റൺസ് എടുത്തു നിൽക്കെ കളി സമനിലയിൽ അവസാനിച്ചു. കേരളത്തിന്റെ സ്കോർ 9 വിക്കറ്റിന് 207 റൺസ്. സിംബാബ്വെ ക്രിക്കറ്റ് ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിലെ ദേശീയ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ഫാസ്റ്റ് ബൌളർ റിച്ചാർഡ് എൻഗാരവയെ നിയമിച്ചു. ബ്രയാൻ ബെന്നറ്റ് വൈസ് ക്യാപ്റ്റൻ. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിൽ കോവളം FC എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ശ്രീകുട്ടൻ, റയാൻ തോമസ്, അദ്നാൻ, ഹാബ്കിപ്പ് എന്നിവർ ഓരോ ഗോൾ വീതം നേടി. വിജയ് നായകനാകുന്ന ജനനായകൻ ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് ഉടൻ. ഡിസംബർ 31 മുതൽ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങും. പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന നിവിൻ പോളി ചിത്രം
ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓണം റിലീസായി എത്തുമെന്ന റിപ്പോർട്ട്. ഗിരീഷ് ഏടി ഒരുക്കുന്ന സിനിമയിൽ മമിത ബൈജു നായിക. ഷെയ്ൻ നിഗം നായകനാകുന്ന ചിത്രം ഹാൽ ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ റിലീസ്. ധനുഷിന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. D54 സംവിധാനം ചെയ്യുന്നത് പോർത്തൊഴിൽ സംവിധായകൻ വിഘ്നേഷ് രാജ. റിലീസിംഗിനൊരുങ്ങിയ അജിത് ചിത്രം മങ്കാത്ത വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നത് 14 വർഷങ്ങൾക്ക് ശേഷം. സംവിധാനം വെങ്കട് പ്രഭു. ചിത്രം ജനുവരിയിൽ പ്രദർശനത്തിന്. ജെയിംസ് ബോണ്ട് ചിത്രങ്ങളായ ഡൈ അനദർ ഡേ, സ്കൈഫാൾ, നോ ടൈം ടു ഡൈ എന്നിവ OTT-യിലേക്ക്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യും. ജനുവരി 15 മുതൽ OTT-യിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. എവർഗ്രീൻ കോംബോ ജയറാമും ഉർവശിയും വീണ്ടും ഒന്നിക്കുന്നു. പാണ്ഡിരാജ് സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ചഭിനയിക്കുമെന്ന് റിപ്പോർട്ട്. രജനീകാന്ത് നായകനായെത്തുന്ന ജയിലർ 2-ൽ നൃത്ത ചുവടുകളുമായി ബോളിവുഡ് താരസുന്ദരി നോറ ഫത്തേഹിയും എത്തുമെന്ന് റിപ്പോർട്ട്. നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കും. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. ഉത്തരേന്ത്യയിൽ 2 സ്ത്രീകളെ ഒരാൾ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന തരത്തിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്നാൽ പ്രചരിക്കുന്നത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. 2023-നെ അപേക്ഷിച്ച് 2025 നവംബർ വരെ മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുത്തനെ കുറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി മണിക് സാഹ. അഗർത്തലയിലെ പ്രജ്ഞാഭവനിൽ ത്രിപുരയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ മലിനീകരണമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ഡൽഹി ട്രാഫിക് പോലീസ്. നിയമലംഘനങ്ങൾക്ക് 2686 വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. മധ്യപ്രദേശിലെ ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു പരിചരണ വിഭാഗത്തിൽ എലികളെ കണ്ടെത്തി. സർദാർ വല്ലഭ്ഭായ് പട്ടേൽ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലാണ് എലികളെ കണ്ടെത്തിയത്. പ്രതിഷേധവുമായി രോഗികൾ. ആശുപത്രി അധികൃതർ ആംബുലൻസ് വിട്ടു നൽകാൻ തയ്യാറാകാത്തതോടെ നവജാത ശിശുവിന്റെ മൃതദേഹം പ്ലാസ്റ്റിക് ബാഗിലാക്കി വീട്ടിലെത്തിച്ച് ആദിവാസി കുടുംബം. ജാർഖണ്ഡിലെ ബൽജോരിയിലാണ് സംഭവം. തെക്കൻ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കേന്ദ്രങ്ങളിൽ US സേന ആക്രമണം നടത്തിയത് സിറിയൻ സർക്കാരിന്റെ പിന്തുണയോടെയെന്ന് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ പങ്കെടുത്തെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇപ്പോൾ കിട്ടിയത്. ഉത്തർപ്രദേശിലെ പിലീഭത്തിൽ വിരമിച്ച CISF സബ് ഇൻസ്പെക്ടറുടെ വീട്ടിൽ അധ്യാപകനെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. സുഖ്ദേവ് സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ ഖുസ്ദാർ ജില്ലയിൽ ഭൂചലനം 3.3 തീവ്രത രേഖപ്പെടുത്തി. ന്യൂസ് പൂർണ്ണമാകുന്നു.